പൊന്നൂസ് വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. എന്താണെന്ന് വെച്ച് ഇന്ന് എൻ്റെ ചേച്ചിക്ക് സ്കൂട്ടർ എടുക്കാൻ പോയിട്ടോ. നമ്മൾ യമഹയുടെ ഹൈബ്രിഡായിട്ടുള്ള ഫസീനയാണ് നമ്മൾ എടുക്കാൻ പോണത്. അപ്പോൾ അതേ നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ എല്ലാവരും റെഡിയായി നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരുമായിട്ട്. അപ്പോൾ ദേ ഇതാണ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് കേട്ടോ. നമ്മളൊരു 6 മണിക്കൊക്കെ എഴുന്നേറ്റ് എല്ലാം റെഡിയായി. ഇപ്പോൾ 7 മണിക്ക് നമ്മളെല്ലാവരും കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പൂജിക്കാനുണ്ട് ഗൈസ്. അപ്പോൾ ചേച്ചി പോയിട്ട് അമ്പലത്തിൽ പോയിട്ട് നേർച്ചയൊക്കെ ഇട്ടിട്ട് വരികയാണ്. തൊട്ടപ്പുറത്ത് തന്നെ കേട്ടോ നമ്മുടെ യമഹയുടെ ഷോറൂം ഉള്ളത്. അപ്പോൾ ദേ നമ്മൾ നേരെ അങ്ങോട്ട് പോയാണ്. തൊട്ടപ്പുറത്ത് തന്നെയാണ്, കുറച്ച് ദൂരമുള്ളൂ കേട്ടോ. അപ്പോൾ ദേ നമ്മൾ എത്തിയിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഭയങ്കര സന്തോഷമാണ്. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നുള്ള ദിവസമായിരുന്നു കേട്ടോ. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇപ്പോൾ ദേ എല്ലാവരും കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും എല്ലാവരും നമ്മൾ യമഹയുടെ നമ്മൾ വണ്ടി എടുക്കേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ദേ എല്ലാവരും കയറി. അപ്പോൾ ദേ അവരെല്ലാവരും കൂടി വണ്ടിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. അടിപൊളിയായിട്ട് അവിടെ ഭയങ്കര കളക്ഷൻസ് ഉണ്ട്. ഒരുപാട് സ്കൂട്ടേഴ്സ് ഉണ്ട് അവിടെ, പല കളറുണ്ട്. അപ്പോൾ ചേച്ചിയൊക്കെ അടിപൊളിയായിരുന്നു, ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പോൾ അതേ നമ്മൾ സ്കൂട്ടറിൻ്റെ ചാവിയൊക്കെ മേടിച്ചു. അപ്പോൾ അത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. എൻ്റെ ചേച്ചിക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വണ്ടിയൊക്കെ. അടുത്ത സർവീസിങ് ഒക്കെ അടിപൊളിയാണ്. എല്ലാം നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അടിപൊളിയായിരുന്നു. പിന്നെ ആ ചേച്ചി പിന്നെ 8 മണിക്ക് നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ, അപ്പോൾ 8 മണിക്ക് തന്നെ ആ ചേച്ചി വന്ന് എല്ലാം പക്കയായിരുന്നു. അങ്ങനെ നമ്മളിത് വണ്ടി റിവ്യൂ ചെയ്തിരിക്കുകയാണ്. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രസമാണ് ആ കളറ് കാണാൻ തന്നെ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതേ അപ്പുറത്ത് തന്നെ കേട്ടോ നമ്മുടെ അമ്പലം. അപ്പോൾ നമ്മൾ സ്കൂട്ടർ പൂജിക്കാൻ കൊടുക്കാൻ പോയാണ്. അപ്പോൾ അച്ഛനും അമ്മയും സ്കൂട്ടറിൽ വരാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ 3 പേരും കൂടി കാറിൽ അങ്ങോട്ട് ചെല്ലാമെന്ന് പറഞ്ഞു. ദേ നമ്മൾ കാറ് നമ്മുടെ അമ്പലത്തിൻ്റെ അവിടെ ആയിട്ട് തന്നെ കാറ് പാർക്ക് ചെയ്യാൻ പറ്റും ഗൈസ്. അപ്പോൾ അവിടെ പാർക്ക് ചെയ്യണം. അപ്പോൾ ദേ അമ്മയും അച്ഛനും കൂടി അവിടെ സ്കൂട്ടർ വാതിക്കെ തന്നെ പൂജിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അമ്പലത്തിലായിട്ട് ഇനി പോയിട്ട് നമ്മൾ പൂജിക്കാൻ വേണ്ടിയുള്ള റെസീറ്റൊക്കെ എടുത്തിട്ട് വേണം നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ അതേ നമ്മൾ അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. വേളൂർ വട്ടം അമ്പലത്തിലാട്ടോ നമ്മൾ വന്ന് പൂജിക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ അതേ ഇതാണ് നമ്മുടെ സ്കൂട്ടർ കേട്ടോ. അതേ കണ്ടോളൂ, എല്ലാവരും ഒന്നും കൂടി കണ്ടോളൂ ഗൈസ്. അപ്പോൾ ഗൈസ് ഇനി 2 പേര് കൂടി വരാനുണ്ട്, കാശേട്ടയും കിച്ചേട്ടയും. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ അവരുണ്ടായിരുന്നു കേട്ടോ. കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കണവേ. അപ്പോൾ കാശേട്ടയും കിച്ചേട്ടയും കൂടി വരണം. അപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അതിന് മുമ്പ് നമുക്ക് പോയി അകത്ത് പോയി നമുക്ക് തൊഴുതിട്ട് വരണം. അപ്പോൾ ദേ നമ്മൾ അങ്ങോട്ട് നമ്മൾ തൊഴുതാൻ വേണ്ടി അകത്തായിട്ട് പോവുക കേട്ടോ. ദേ നമ്മൾ എല്ലാവരും അകത്തായിട്ട് പോവുകയാണ്. അപ്പം അച്ഛൻ റെസീറ്റ് എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി. ഞങ്ങളവിടെ നിൽക്കുകയായിരുന്നു. ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. അടിപൊളിയാണ് അവിടുത്തെ അമ്പലം, ഭയങ്കര കാം ആൻഡ് ക്വയറ്റാണ്. അപ്പം ശിവനാട്ടോ അവിടുത്തെ ദൈവമേ. അപ്പോൾ ദേ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഇപ്പം നമ്മളിനി നമ്മൾ ചെടിക്കൊക്കെ തൊഴുത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ പൂജിക്കാൻ ഇപ്പോൾ ടൈം ആയിട്ടുണ്ട്. കുറച്ച് നേരത്ത് പൂജാരി വന്ന് പൂജിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങോട്ട് പോവുകയാണ്. ഇപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞു. അപ്പോൾ വാതിക്കയിലായിട്ട് നമ്മൾ പോയി കേട്ടോ. അപ്പോൾ കസിൻസ് കിച്ചുചേട്ടയും കാശുചേട്ടയും വാതിക്കേ വന്നെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതേ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇതേ പോവുകയാണ്. ഗൈസ് നമ്മുടെ വണ്ടി പൂജിക്കാൻ വേണ്ടി ശാന്തി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ പൂജാരി വന്നിട്ട് ഇതേ നമ്മുടെ വണ്ടി മുമ്പിലോട്ട് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളിതേ അച്ഛനെടുത്ത് മുമ്പിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ സ്കൂട്ടി. ദേ അച്ഛനെടുത്ത് വെക്കുകയാണ്. ഇതാ വെച്ചിരിക്കുന്നത് ഗൈസ്. ഇനി വന്നിട്ട് ദേ പൂജാരി ഇനി പൂജിക്കുകയാണ്. അതെ നമ്മളെല്ലാവരും ഞാനിവിടെ ഇരുന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കുഞ്ഞൊക്കെ എന്നാണ് ഗൈസിലെടുത്തത്. ഞാൻ ഇവിടെ അപ്പുറത്ത് വേറൊരു ഫോണിലാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് കുഞ്ഞൊക്കെ എടുത്താന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ് ദേ പൂജയൊക്കെ പെട്ടെന്ന് കഴിഞ്ഞായിരുന്നു കേട്ടോ. കുറേ ടൈമൊന്നും എടുത്തില്ല, പെട്ടെന്ന് തന്നെ പൂജ കഴിഞ്ഞു. അപ്പോൾ കിച്ചേട്ടയും കാശേട്ടയൊക്കെ വന്നായിരുന്നു കേട്ടോ. അവരവിടെ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അവരും. അപ്പോൾ കിച്ചു ചേട്ടൻ അങ്ങോട്ട് പാസ് ചെയ്ത് പോയിട്ടുണ്ട്, നിങ്ങൾ കണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയ ടൈമൊന്നും എടുത്തില്ല ഗൈസ്, കുറച്ച്
ടൈം എടുത്തുള്ളൂ. പിന്നെ ആ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഒരു ഗ്രീനും ബ്ലൂവും കൂടി മിക്സ് ആയിട്ടുള്ള കളറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ കളർ അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണമേ. എനിക്ക് തോന്നുന്നത് ഗ്രീനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഗ്രീനൊരു ബ്ലൂവും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറായിട്ടാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ വണ്ടി. നല്ല രസമുണ്ട് കാണാൻ. ഒരു ഒന്ന് എറിച്ച് നിൽക്കണമുണ്ട്, ഒന്ന് നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മുടെ സ്കൂട്ടർ. അങ്ങനെ പൂജാരി നമ്മുടെ വാഴയിലയിൽ നമ്മുടെ ചന്ദനമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ്റെ കയ്യിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാവി പൂജിച്ചതാട്ടോ. അപ്പം അത് അച്ഛൻ പാറുക്കടയിലായിട്ട് കൊടുക്കുകയാണ്. പൂജിച്ച ചാവിയാണ്. അത് പാറക്കടയിലായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചന്ദനമൊക്കെ നമ്മളെല്ലാവരും ചെന്ന് തൊട്ടു. അങ്ങനെ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതാ ഗൈസ് അക്ക വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനും ഉണ്ട് കേട്ടോ. ഞാൻ പുറകെ ഇരിക്കുകയാണ്. അടിപൊളിയായിട്ട് നല്ല വെയ്റ്റ്ലെസ് ആട്ടോ, ഭയങ്കര വെയ്റ്റ്ലെസ് ആണെന്നൊക്കെ പറഞ്ഞായിരുന്നു. നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഓടിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അക്കക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല സ്മൂത്താണ്, നല്ല ലൈറ്റ് വെയ്റ്റുമാണ്. അപ്പം ഞങ്ങളിങ്ങനെ പോവുകയാണ് നമ്മുടെ വീട്ടിലായിട്ട്. അപ്പം ഞാൻ പുറകെ ഇരുന്ന് വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് കണ്ടല്ലോ, ഞാനും ഒക്കെയും കൂടി പോവുകയാണ്. നമ്മുടെ അപ്പച്ചിൻ്റെ വീഡിയോയുടെ അടുത്താണ് കേട്ടോ. അപ്പോൾ അപ്പച്ചിനെ കൂടി കാണിച്ചിട്ട് പോകാമെന്ന് എഴുതി. അപ്പോൾ അമ്മയും അച്ഛനും പുറകെ വന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണ് ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.